എറണാകുളത്തും സതീശനായി കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങി. കളമശ്ശേരിയിൽ വി.ഡി. സതീശനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡുകൾ വെച്ചു എന്ന ഏറ്റവും പുതിയ വാർത്തകൾ കൂടി ഇപ്പോൾ വരുന്നു. ലാൽ കൃഷ്ണ കൊച്ചിയിൽ നിന്ന് ചേരുന്നു അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ലാൽ, ഇത് എവിടെയാണ് ഈ പുതിയ ഫ്ലക്സ് ബോർഡ് വെച്ചിരിക്കുന്നത്? ആരൊക്കെയാണ് ഈ ബോർഡ് വെച്ചതിന് പിന്നിൽ? പ്രജിനി, ഫ്ലക്സ് യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഫ്ലക്സ് യുദ്ധം മാത്രമല്ല, പ്രകടമായി രംഗത്തിറങ്ങുന്നതും സജീവമായി തന്നെ തുടരുകയാണ്. വൈകിട്ട് നെട്ടൂര് വി.ഡി. സതീശന് വേണ്ടിയിട്ട്, വി.ഡി. സതീശന്റെ ജന്മദേശമാണത്. അവിടെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തകർ രംഗത്തിറങ്ങിയതിന് തൊട്ട് പിന്നാലെയാണ് വൈകിട്ടോടുകൂടി കളമശ്ശേരി HMT ജംഗ്ഷൻ ഭാഗത്തും വ്യാപകമായി പ്രവർത്തകർ രംഗത്തെത്തിയത്. പട നയിച്ചവർ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യം തന്നെ ഉയർത്തിക്കൊണ്ടാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത്. അവിടെയും കോൺഗ്രസിന്റെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് രംഗത്തിറങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ പള്ളുരുത്തി ഭാഗത്ത് KC-ക്ക് അനുകൂലമായിട്ടുള്ള ഫ്ലക്സ് ബോർഡുകളും ഇന്ന് വൈകിട്ട് പ്രത്യക്ഷപ്പെട്ടു. പോര് ശക്തമാകുന്നതിനിടയിലാണ് പ്രവർത്തകർ നേരിട്ട് രംഗത്തെത്തി ഓരോ വിഭാഗങ്ങൾക്കായിട്ടുള്ള മുദ്രാവാക്യവും സാന്നിധ്യവും അറിയിച്ചുകൊണ്ട്, ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുന്നത്. ശരി, ലാൽകൃഷ്ണയാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.